നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശരിയാണ്, ഇയാൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു. പക്ഷെ അതിനിടയിലും പരസ്പര വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അദൃശ്യമായ നൂല് നമുക്കിടയിൽ ഉണ്ടായിരുന്നെന്നാ ഞാൻ കരുതുന്നത്. ഇപ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അതാണെന്ന് പറഞ്ഞാൽ ഇയാളൊരു പക്ഷെ അത് വിശ്വസിക്കില്ല. പക്ഷെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നേരെ വരുന്ന ഒരു പരിഹാസ ചോദ്യമുണ്ട്. സത്യം സംബന്ധിച്ചുള്ള രഹസ്യം എന്താ? ഇയാളെ വിശ്വാസം ലഭിച്ചിട്ടല്ല, സ്വപ്നത്തിൽ പോലും ഇയാൾക്ക് എന്നെ ചതിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ഇയാൾ എന്നോട് അത് സംബന്ധിച്ചൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും ഇയാളോടുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ജീവിച്ചു മരിക്കും. പക്ഷെ അമ്മയെ ബോധ്യപ്പെടുത്താൻ ഇയാൾ അതിനുള്ള മറുപടി പറഞ്ഞേ തീരൂ. ശാലി നോക്ക്, നമുക്ക് എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. നോക്ക്, ആ രഹസ്യം എന്നോട് തുറന്നു പറ. വിഷ്ണുട്ടാ, ഞാനത് പറഞ്ഞ വിഷ്ണുട്ടൻ കാർത്തികെ ഉപേക്ഷിക്കോ? ശാലി, കാർത്തിക ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നേ. അത് പറ. അന്നത്തെ സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയൊക്കെ സത്യമായിരുന്നെങ്കിൽ, ഒരു പ്രകടനം മാത്രമല്ലായിരുന്നെങ്കിൽ, ഇയാൾ ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ള മറുപടി നൽകും. പറ ശാലി. ഇയാൾ അതിനുള്ള മറുപടി എന്നോട് പറഞ്ഞത്. വിഷ്ണുട്ടൻ, ഞാൻ പറഞ്ഞതല്ലേ. സത്യം നമ്മുടെ വീട്ടിലെ കുട്ടിയാണെന്നോ? ഒരേ ചോറിയാണെന്നോ? അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞോണ്ട് കാര്യമില്ല. ഇപ്പൊ പറ, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. നോക്ക്, ഇയാളുടെ വിഷ്ണുട്ടല്ലേ ചോദിക്കണേ? മോളെ പറ, അതിനുള്ള മറുപടി പറ. ഇപ്പൊ പറ, എന്നോട് പറ. ശാലിനി, പറയടി. വിഷ്ണുട്ടൻ, വിഷ്ണുട്ടൻ, എനിക്കിതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല വിഷ്ണുട്ട. എന്നെ വിശ്വസിക്കണം. ഒരാലോചന കൊണ്ടുപോലും എന്റെ വിഷ്ണുട്ടന് ഞാൻ ചതിച്ചിട്ടില്ല. സത്യം. കൈവിട. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ.
എന്നെ തൊട്ട് പറഞ്ഞു പറഞ്ഞു വിഷ്ണുവേട്ട വിഷ്ണുവേട്ട മോനെ ഇപ്പൊ ബൈക്ക് എടുക്കണ്ട മോനെ, ഞങ്ങൾ കാറിലാക്കി തരാം. വേണ്ട, ഒരു സഹായം എനിക്ക് വേണ്ട മോനെ. കാലിന് വേദന ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട്. കാലിലല്ല വേദന, മനസ്സിലാ. പക്ഷെ അതിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ മരുന്നുമില്ല. വിഷ്ണുവേട്ട വിടറി. രാമേട്ട പെട്ടെന്ന് കാർ എടുക്ക്. നമുക്ക് വിഷ്ണുവിന്റെ പിന്നാലെ പോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. മോളെ, പിന്നാലെ പോയിട്ട് കാര്യമില്ല. ആ മനസ്സ് തിളച്ചു തൂങ്ങി നിൽക്കുക. മോളോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു, അതിലും അധികം ദേഷ്യം ആ മനസ്സിനുള്ളിൽ. അതും മോളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ. മോളുടെ ജീവിതം ഇങ്ങനെ പാഴാവുന്നല്ലോ എന്ന് ഓർത്ത്. ഇപ്പൊ പിന്നാലെ പോയാ വിഷ്ണുമോൻ ആ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. പിന്നെ രണ്ടുപേർക്ക് അത് സങ്കടമാവും. മോളിന്ന് കാറി കയറി. രാമേട്ട, നമുക്ക് ഇവിടെ വീട്ടിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോവാം. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.